ഇപ്പോഴത്തെ 25% തീരുവ കടുകട്ടിയാണ്. ഇതോടെ ഫിലിപ്പീൻസും വിയറ്റ്നാമും പോലും അമേരിക്കയുമായി കൂടുതൽ വ്യാപാരം ചെയ്യുന്ന നിലവരും. അമേരിക്കയെ മുന്നിൽ കണ്ട ഇന്ത്യ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ കെട്ടിക്കിടക്കും. അതിൽ വസ്ത്രങ്ങളുണ്ട്, മരുന്നുണ്ട്, സമുദ്രോൽപ്പന്നങ്ങളുണ്ട്, യന്ത്രഭാഗങ്ങളുണ്ട്, ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറിയും വരെയുണ്ട്. ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകിയ IT സേവനങ്ങളുണ്ട്. കടും വെട്ട് നികുതിയിൽ ഇവയെല്ലാം ഒട്ടുപാലിന്റെ വില പോലും ഇല്ലാത്തവയാവും. കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ 13,000 കോടി ഡോളറിന്റെ കച്ചവടമാണ് നടത്തിയത്. രൂപയിലാക്കിയാൽ ഏതാണ്ട് 11 ലക്ഷം കോടി രൂപ വരും. ഇന്ത്യ ഒരു വർഷം പ്രതിരോധ ആവശ്യങ്ങൾക്ക് നീക്കിവെക്കുന്ന തുകയുടെ 4 മടങ്ങ് വരും ആ തുക. ഇന്ത്യ അയക്കുന്നതും ഇന്ത്യയിലേക്ക് അയക്കുന്നതുമായ എല്ലാ ഉൽപ്പന്നങ്ങളെയും ബാധിക്കും. സത്യത്തിൽ അമേരിക്കയുമായി കരാർ ഉണ്ടാവുകയാണോ ഒഴിവാവുകയാണോ വേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തീർപ്പുമില്ല. അമേരിക്ക ഇപ്പോൾ ചെയ്തത് എന്താണെന്ന് നോക്കൂ. പണ്ട് ഇന്ത്യ തോട്ടിൽ കളഞ്ഞ ലോക വ്യാപാര കരാർ ചുളുവിൽ നടപ്പാക്കിയെടുക്കുകയാണ്. ബ്രിട്ടൻ ഇന്ത്യയുമായി നേരത്തെ തന്നെ ഈ കരാറിൽ എത്തിക്കഴിഞ്ഞതാണ്. ഈ കരാറിന്റെ അനന്തരഫലം എന്തെന്നാൽ അമേരിക്ക അയക്കുന്ന പാലും പയറും ഒക്കെ ഇന്ത്യൻ വിപണിയിൽ വന്നിറങ്ങും. കുറഞ്ഞ നികുതിക്കാണ് വരുന്നത് എന്നതിനാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കച്ചവടത്തെ അത് ബാധിക്കുകയും ചെയ്യും. ഫലത്തിൽ നമ്മുടെ കർഷകരുടെ അന്നം മുട്ടും.